ഹലോ, ഇന്ന് നമ്മൾ റിവിഷൻ ചെയ്യാൻ പോകുന്നത് 4ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. ഇതാണ് അനീതിയിൽ നിന്ന് നീതിയിലേക്ക്. അപ്പം നമുക്ക് ഇതിനെപ്പറ്റി നോക്കാം അല്ലേ. അതിലാദ്യം നമുക്ക് അനീതി എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയണം അല്ലേ. അനീതി എന്ന് വെച്ചാൽ എന്താണ് നമുക്കറിയാം. പണ്ട് നമ്മുടെ സമൂഹങ്ങളിൽ എന്താണ് ചില വിഭാഗങ്ങളിൽ മാത്രമല്ല, ചില വിഭാഗങ്ങൾക്ക് മാത്രം എന്ത് ചെയ്തിരുന്നില്ല, അവരർഹിക്കുന്ന ഒരു പരിഗണന നൽകിയിരുന്നില്ല അല്ലേ. അവരെ എന്താണ് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് ഒഴിവാക്കുക, ആ വ്യക്തികളെ ഒഴിവാക്കുക. അതുപോലെ ആ വ്യക്തികൾക്ക് എത്ര അവസരങ്ങൾ ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക, ആ അവസരങ്ങളൊക്കെ നിഷേധിക്കുക. അതുപോലെ സാമൂഹികപരമായിട്ടുള്ള വിവേചനങ്ങൾ അവർ നേരിടുക. ഇങ്ങനെ തുടങ്ങിയ പ്രവണതകളെയൊക്കെയാണ് നമ്മൾ അനീതി എന്ന് വിശേഷിപ്പിക്കുന്നത്. അതുകൂടാതെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള ചില വിഭാഗക്കാരെ അതിരുകളിലേക്ക് ആക്കപ്പെടുന്നുണ്ട് അല്ലേ, അതിരുവൽക്കരിക്കുന്നുണ്ട് അല്ലേ. അതെങ്ങനെയൊക്കെ ആയിരുന്നു, ചില മുൻവിധികളോടുകൂടി അല്ലേ. അതായത് ഇന്ന ആൾക്കാരെ ഇതിന് ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നിങ്ങനെ ചില മുൻവിധിയോടുകൂടി ചില വിഭാഗങ്ങളെ, അതായത് എന്തിലൊക്കെ അവരുടെ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരിലൊക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അതുപോലെ തന്നെ എത്ര കഴിവുണ്ടെങ്കിലും എന്ത് ചെയ്യുക, ഇത്തരം വിഭാഗക്കാരെ എന്ത് ചെയ്യുക, തൊഴിലിൽ നിന്നും വിദ്യാഭ്യാസപരമായിട്ടും അവർക്ക് അവസരങ്ങൾ നിഷേധിക്കുക. അതുകൂടാതെ ഇവർക്ക് അവസരങ്ങൾ ഉണ്ടായിട്ടും എന്ത് ചെയ്യുക, അത്തരത്തിലുള്ള അവസരങ്ങളൊന്നും അവർക്ക് നൽകാതിരിക്കുക. അതുപോലെ അവരും ഒരു വ്യക്തി അല്ലേ, ഒരു വ്യക്തി എന്ന പേരിൽ അവർക്ക് എന്ത് ചെയ്യുന്നിരുന്നില്ല, അവരർഹിക്കുന്ന ഒരു പരിഗണന നൽകിയിരുന്നില്ല. ഇത്തരം പ്രവർത്തികൾ അല്ലേ, ഇപ്പം പറഞ്ഞ ഇത്തരം പ്രവർത്തികളിലൂടെയൊക്കെ ചില വിഭാഗങ്ങളെ എന്ത് ചെയ്യുക, ഒരു അതിരിലേക്ക് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു പണ്ട് ഉണ്ടായിരുന്നതില്ലേ. ഇത്തരത്തിലുള്ള സാമൂഹിക നീതി, ഇത്തരത്തിൽ ഒരുപാട് വിഭാഗങ്ങൾ എന്ത് ചെയ്തിരുന്നു, പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു അല്ലേ. ഇത്തരം വിഭാഗക്കാർക്ക് ഒരു നീതി നേടിയെടുക്കുന്നതിനായി നേതൃത്വം നൽകിയ ചില പ്രധാന വ്യക്തികളെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പാഠഭാഗത്ത് പഠിക്കുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് 4 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓരോ നമ്മുടെ പ്രകൃതിയിലുണ്ടാവുന്ന ഓരോ ദുരന്തങ്ങളാണ് അല്ലേ. അതായത് എന്തൊക്കെയുണ്ട്, പ്രകൃതി ദുരന്തങ്ങളും ഉണ്ട്, അതുപോലെ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളും ഉണ്ട് അല്ലേ. നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് അല്ലേ. അതായത് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് വഴി, പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളോ ഉണ്ടാകുന്ന വഴി അവർക്ക് ഏതൊരു വ്യക്തിയാണെങ്കിലും അവർക്ക് അവിടെ ഒരു നാശനഷ്ടം ഉണ്ടാകുന്നുണ്ട് അല്ലേ. അവർക്ക് ഇത്രയും കാലം അവർ അധ്വാനിച്ച് ഉണ്ടാക്കിയ എല്ലാം എന്ത് ചെയ്യാൻ, അവർക്ക് സ്വന്തം എന്ന് പറയുന്നത് അവർക്ക് വസ്തുക്കളോ അവരുടെ വീട് അങ്ങനത്തെ എല്ലാം എന്ത് ചെയ്യപ്പെടുന്നതാണ്, നഷ്ടപ്പെടുകയാണ് അല്ലേ. ഇങ്ങനെ നഷ്ടപ്പെടുന്നതിലൂടെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, അതിരുവൽക്കരണം ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ കയ്യിലുണ്ടാവുന്നതെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ കയ്യിൽ മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു മാർഗ്ഗവും ഇല്ല അല്ലേ. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം നഷ്ടപ്പെടുന്നതിലൂടെ അതിരുവൽക്കരണം ഉണ്ടാകുന്നുണ്ട്. അതായത് എന്തൊക്കെയാണ് പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുമ്പോൾ വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, ഉരുൾപൊട്ടൽ, കടൽക്ഷോഭം, ഇതൊക്കെ പ്രകൃതിയിൽ നിന്ന് പ്രകൃതി ദുരന്തങ്ങളായിട്ട് ഉണ്ടാകുന്നതാണ് അല്ലേ. അതുകൂടാതെ മനുഷ്യനിർമ്മിതം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, യുദ്ധം, അപകടങ്ങൾ, വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്ന് പറയും. ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വഴിയാണ് അതിരുവൽക്കരണം സംഭവിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ജാതി, മത, ഗോത്ര, ലിംഗ പദവികളിൽ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലും ചിലവരെ മനഃപൂർവ്വം ഒഴിവാക്കുന്നുണ്ട് അല്ലേ. ചിലവരെ എന്ത് ചെയ്യപ്പെടുന്ന അതിരുവൽക്കരണം സംഭവിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആരൊക്കെയാണ് സമൂഹത്തിലെ അതിരുവൽക്കരണം നേരിടുന്നതാണ് പറയുന്നത്. അതായത് സമൂഹത്തിൽ അതിരുവൽക്കരിക്കപ്പെടുകയും, അതായത് നമ്മൾ പറയുന്നത് അല്ലേ, ഒരുപാട് വിഭാഗക്കാർ ആരൊക്കെയാണ്, സ്ത്രീകളെ, ട്രാൻസ്ജെൻഡേഴ്സ്, ദളിതരെ, ഗോത്രവിഭാഗക്കാരെ, ന്യൂനപക്ഷങ്ങൾ, ദാരിദ്ര്യം നേരിടുന്നവർ, അഭയാർത്ഥികൾ, ഭിന്നശേഷിക്കാരെ, ജയിൽ മോചിതരെ തുടങ്ങിയവയൊക്കെയാണ് ഇതിന് ഉദാഹരണം. ഇത്തരം ആൾക്കാരുകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ അതിരുവൽക്കരണം നേരിടുന്ന ആൾക്കാരാണ്. അതിൽ നമുക്ക് നമുക്ക് അറിയാമല്ലേ, താഴ്ന്ന ജാതിയിൽപ്പെട്ട നമ്മൾ പണ്ട് മുതലേ കേട്ടതും പഠിച്ചതുമാണ് ഈ വിദ്യാഭ്യാസപരമായിട്ടും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം നൽകിയിരുന്നില്ല അല്ലേ. അതിലും എന്ത് ചെയ്തിരുന്നു, അവർക്ക് കിട്ടേണ്ട അവസരങ്ങളൊക്കെ എന്ത് ചെയ്തിരുന്നു, ഈ ഉയർന്ന ജാതി എന്ന് കരുതപ്പെടുന്നവർ എന്ത് ചെയ്തിരുന്നു, നിഷേധിച്ചിരുന്നു. അതുപോലെ ഈ
ഇത്തരം നിഷേധിക്കപ്പെട്ടവർക്ക്, അതായത് ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കായിരുന്നല്ലോ ഈ വിദ്യാഭ്യാസമൊക്കെ നിഷേധിച്ചിരുന്നത്. അങ്ങനെ ഈ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് അവരുടേതായ തുല്യ അവസരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു ആര്? മഹാത്മാ അയ്യങ്കാളി എന്ന് പറയുന്നത്. അയ്യങ്കാളി ഇതിനു വേണ്ടി ഇതിന് ഒരു പ്രതികരണം എന്ന രീതിയിൽ എന്ത് ചെയ്യണമായിരുന്നു? വിദ്യാഭ്യാസം തന്നെയാണ് ഇത്തരത്തിലുള്ളതിന് ഒരു ഉപാധി എന്ന് തിരിച്ചറിഞ്ഞ ഒരു മഹത് വ്യക്തിയായിരുന്നു ആര്? അയ്യങ്കാളി. അതുകൂടാതെ തന്നെ ഈ ദളിത് വിഭാഗക്കാരുണ്ടല്ലോ, ദളിത് വിഭാഗക്കാർക്ക് നമ്മുടെ വാഹനങ്ങളിൽ സഞ്ചരിക്കുവാനും അതുപോലെ പൊതുവഴികളിൽ നടക്കുവാനും നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും അതുപോലെ വിദ്യാഭ്യാസം നേടാനൊന്നും അവകാശം ഉണ്ടായിരുന്നില്ല പണ്ട് കാലങ്ങളിൽ. മുന്നേ ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിന്നിരുന്നു. അതുപോലെ തന്നെ എന്തിലൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ, അന്തസ്സ്, തുല്യത, സ്വാതന്ത്ര്യം എന്നിവയെല്ലാം നിഷേധിക്കപ്പെട്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു ഇവർക്ക് കേട്ടോ. ഇത്തരത്തിലുള്ള ഏത് തരം കാര്യങ്ങളാണെങ്കിലും എല്ലാ തരത്തിലും ഒരു അടിച്ചമർത്തൽ നേരിട്ട ആൾക്കാരായിരുന്നു ആര്? ഈ ദളിത് വിഭാഗക്കാർ, അല്ലെങ്കിൽ സമൂഹത്തിൽ താഴെത്തട്ടിൽ ഉണ്ടായിരുന്ന ആൾക്കാരെന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇവരുടെ എല്ലാം ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാർ പറഞ്ഞിരുന്നത്, ഈ അതിർവൽക്കരിക്കപ്പെട്ട ജനതയ്ക്ക് ഒന്ന് മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് വിദ്യാഭ്യാസമാണ് വേണ്ടത് എന്ന് പറഞ്ഞവരായിരുന്നു കൂടുതലും മഹത് വ്യക്തികളെല്ലാം. നമ്മൾ അത്തരത്തിലുള്ള ആൾക്കാരെ പഠിക്കുന്നതാണ്. ഫസ്റ്റ് ജ്യോതിറാവ് ഫുലെ. അദ്ദേഹത്തിൻ്റെ കാലാവധിയാണ് 1827 തൊട്ട് 1890 വരെ. ഇദ്ദേഹം ജാതിമത ചൂഷണത്തിന് വിധേയരായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന ഒരു പദമാണ് ദളിത് എന്ന് പറയുന്നത്. അതായത് പണ്ട് ഈ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ചൂഷണം ചെയ്യപ്പെട്ട ഒരു സമൂഹമുണ്ടായിരുന്നു, കുറച്ച് ആൾക്കാരുണ്ടായിരുന്നല്ലോ. ഇത്തരത്തിലുള്ള ആൾക്കാരെ വിശേഷിപ്പിക്കുന്ന ഒരു പദമാണ് ദളിത് എന്ന് പറയുന്നത്. ഈ പദം, ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാണ് ജ്യോതിറാവ് ഫുലെ. അതുപോലെ ഇദ്ദേഹം സ്ത്രീകൾക്കും ദളിതർക്കും വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിരുന്നു. ഇനി അടുത്ത ഒരു വ്യക്തിയാണ് സാവിത്രിബായ് ഫുലെ. 1831 1897. പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു സാവിത്രിബായ് ഫുലെ എന്ന് പറയുന്നത്. ആരാണ്? പെൺകുട്ടികൾക്ക് മാത്രമായിട്ട്, പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി, ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു. അതുപോലെ കർഷകർക്കും കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായിട്ട് നിശാ പാഠശാലകൾ സ്ഥാപിച്ചു. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ ഇവരുടെ വിദ്യാഭ്യാസ മേഖലകളിൽ ഒരുപാട് സംഭാവനകൾ നൽകിയിരുന്നു. ഇത്തരത്തിലുള്ള സംഭാവനകളെയൊക്കെ പരിഗണിച്ചുകൊണ്ട് പൂനെ യൂണിവേഴ്സിറ്റിയെ ഇപ്പോൾ അറിയപ്പെടുന്നത് സാവിത്രിബായ് ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ന് ഈ പേരിലേക്ക് എന്ത് ചെയ്യപ്പെട്ടു? അത് പുനർനാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്ത ആളാണ് പെരിയാർ EV രാമസ്വാമി നായ്ക്കർ. 1879 1973. ഇദ്ദേഹം സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായിരുന്നു കേട്ടോ. ഇദ്ദേഹം സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനും അതുപോലെ ഇന്ത്യയിലെ പ്രധാന ജാതിവിരുദ്ധ സമരനായകരിൽ ഒരാളുമായിരുന്നു. ആരായിരുന്നു? സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനും ജാതിവിരുദ്ധ സമരനായകൻ, ഇന്ത്യയിലെ പ്രധാന ജാതിവിരുദ്ധ സമരനായകന്മാരിൽ ഒരാളായിരുന്നു. ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സാമൂഹിക പരിഷ്കർത്താവായ ഇദ്ദേഹം ബ്രാഹ്മണാധിപത്യത്തിലൂടെയുള്ള സാമൂഹിക വിവേചനത്തിനെതിരെ നിലകൊണ്ടു. അല്ലേ, നമ്മൾ മുന്നേ പഠിച്ചിരുന്നു സമൂഹത്തിലെ ബ്രാഹ്മണർക്ക് ഉയർന്ന ജാതി എന്നുള്ള ഒരു ഇതിൽ ബ്രാഹ്മണർക്കായിരുന്നു അല്ലേ എല്ലാവിധ അധികാരങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ള ഇവരുടെ ആധിപത്യത്തിനെതിരെ, ഈ സാമൂഹിക വിവേചനത്തിനെതിരെ നിലകൊണ്ട ഒരു വ്യക്തിയായിരുന്നു ആര്? പെരിയാർ EV രാമസ്വാമി നായ്ക്കർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി അല്ലേ, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ബോധ്യപ്പെടുത്തിയ ഒരു വ്യക്തിയായിരുന്നു.
ഇത്തരം ഈ ദളിത് വിഭാഗക്കാരെ പോലെ തന്നെ സമൂഹത്തിൽ ഈ അതിർവൽക്കരണം നേരിടുന്ന മറ്റൊരു വിഭാഗമാണ് ആര്? ഗോത്ര ജനത എന്ന് പറയുന്നത്. ഈ ഗോത്ര ജനത എന്ന് പറയുന്നത് പ്രാചീന കാലം മുതൽ തന്നെ ഒത്തൊരുമിച്ച് പണ്ട് കാലം തൊട്ട് തന്നെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു വിഭാഗമാണ് ഗോത്ര ജനത എന്ന് പറയുന്നത്. അതുമായി പക്ഷേ അവർക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് സ്വന്തമായിട്ട് അവർക്ക് ആ പ്രകൃതിയിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്, അവർക്ക് അതിൻ്റേതായ അറിവുകളും ഓരോ കാര്യങ്ങൾ കൊണ്ട് എന്താ പറയുക ചില സാധനങ്ങൾ കൊണ്ട് അവർ പ്രത്യേകം അവരുടെ കഴിവനുസരിച്ച് അവരെന്തെങ്കിലും ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യില്ലേ. അങ്ങനെ അവരുടെ അറിവുകൾ കൊണ്ട് ഓരോ നിർമ്മിക്കുകയും അവ പ്രയോഗിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് ആര്? ഈ ഗോത്ര വിഭാഗക്കാരെന്ന് പറയുന്നത്. അതായത് അവർക്ക് അവരുടേതായ ജീവിത രീതിയും ജീവിത ശൈലിയും കലയും സാംസ്കാരിക മൂല്യങ്ങളൊക്കെ പിന്തുടരുന്നവരാണ് ഗോത്ര വിഭാഗക്കാരെന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കുറച്ച് പ്രശസ്ത വ്യക്തികളെ നോക്കാം. ഫസ്റ്റ് ആണ് ആര്? വെറിയർ എൽവിൻ 1902 തൊട്ട് 1964 കേട്ടോ. ഇന്ത്യൻ നരവംശ ശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ ഒരാളാണ് ഇദ്ദേഹം. ഇന്ത്യൻ നരവംശ ശാസ്ത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? മനുഷ്യരെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രത്തിനാണ് നരവംശ ശാസ്ത്രം അല്ലെങ്കിൽ ആന്ത്രോപോളജി എന്ന് പറയുന്നത്. അതുപോലെ എന്താണ്? ഗോത്ര മനുഷ്യരുടെ തനത് ജീവിതത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചു അല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, അവർക്ക് അവരുടേതായ ജീവിത ശൈലിയുണ്ട്. ആ ശൈലിയിൽ തന്നെ ജീവിക്കുന്നതിന് വേണ്ടി സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് വെറിയർ എൽവിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗോത്രവർഗ മനുഷ്യരുടേതുള്ള ഇന്ത്യയുടെ നയം രൂപീകരണത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയും കൂടി ആയിരുന്നു. അതുപോലെ അടുത്ത ഒരാളാണ് ആര്? ഡോക്ടർ എ അയ്യപ്പൻ അല്ലേ. 1905 1988 തൃശ്ശൂർ ജില്ലയിലെ പവറട്ടിയിൽ 1905 ഫെബ്രുവരി 5 അയ്യപ്പൻ്റെ ജനനം എന്നാണ്. ഫെബ്രുവരി 5 1905 എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലെ പവറട്ടിയിൽ. ഇദ്ദേഹം ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞനാണ്. ഇദ്ദേഹവും ആരാണ്? നരവംശ ശാസ്ത്രജ്ഞനാണ്. എന്തിനെക്കുറിച്ച്? ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച ഒരു നരവംശ ശാസ്ത്രജ്ഞനാണ്. ഇദ്ദേഹം എന്തിനൊക്കെയാണ് സംഭാവനകൾ നൽകിയത്? കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ച് പഠനത്തിന് അല്ലേ. ആരെക്കുറിച്ചായിരുന്നു? ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ച് പഠനത്തിന് സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയായിരുന്നു. ഇനി അടുത്ത നാളാണ് നഞ്ചിയമ്മ അല്ലേ. ഇവരെപ്പറ്റി നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നുള്ള നഞ്ചിയമ്മയ്ക്കായിരുന്നു 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. അതുപോലെ തന്നെ ഗോത്ര വിഭാഗങ്ങളിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ വ്യക്തിയാണ് ആര്? നഞ്ചിയമ്മ എന്ന് പറയുന്നത്. ഇവരുടെ പാട്ടൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ടി വിയിലൊക്കെ അല്ലേ. അതുപോലെ തന്നെ ഈ ഗോത്ര വിഭാഗക്കാർക്ക് ഒരു വൈവിധ്യമാർന്ന ഒരു കഴിവ് അല്ലേ. അവർക്കൊരു ശേഷി എന്ന് പറയുന്നത് വൈവിധ്യമാർന്ന വാദ്യോപകരണങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇത്തരത്തിലുള്ള ഈ ഗോത്ര വിഭാഗക്കാർക്ക് ഉണ്ടായിരുന്നു. അവർ നിർമ്മിച്ച കുറച്ച് വാദ്യോപകരണങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. അവരുടേതായ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് പണ്ഡിത രമാബായിനെ കുറിച്ചാണ്. 1858 1922 കാലയളവ് എന്ന് പറയുന്നത്. അതായത് 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും അല്ലെ, അതായത് എന്തെന്ന് വെച്ചാൽ ഇത്തരത്തിൽ നമ്മളിപ്പോൾ ഓരോ വിഭാഗക്കാരെ പഠിച്ചു അല്ലെ. ദളിത് വിഭാഗക്കാരെയും ഗോത്ര വിഭാഗക്കാരെയും ഇവർ അതിർവൽക്കരിക്കപ്പെടുന്നുണ്ടെന്ന് പഠിച്ചു. അതുപോലെ തന്നെ അതിർവൽക്കരിക്കപ്പെടുന്ന ഒരു വിഭാഗക്കാരാണ് സ്ത്രീകളെന്ന് പറയുന്നത് അല്ലേ. അതായത് സമൂഹത്തിൻ്റെ പല മേഖലകളിലും ഈ സ്ത്രീകൾക്കും അതിർവൽക്കരിക്കപ്പെട്ടിരുന്നു അല്ലേ. അതായത് തുല്യമായ ഒരു അവകാശം നൽകിയിരുന്നില്ല
പുരുഷന്മാർക്ക് കിട്ടുന്ന അതുപോലെ തന്നെ ഒരു അവകാശം എന്ത് ചെയ്തിരുന്നില്ല, സ്ത്രീകൾക്ക് ലഭിച്ചിരുന്നില്ല. അപ്പോൾ അതിനെതിരെയൊക്കെ കുറച്ച് വ്യക്തികൾ മുന്നോട്ട് വന്നിരുന്നു. അതിലൊരാളാണ് കേട്ടോ പണ്ഡിത രമാബായി എന്ന് പറയുന്നത്. ഇവർ 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ഏത് കാലഘട്ടത്തിന്? 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു. ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു അല്ലേ. അന്നത്തെ കാലത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ്, അവരുടെ അവസ്ഥ എന്താണെന്നൊക്കെ കുറിച്ചൊക്കെ പഠിച്ച് അതിനെതിരെ പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് ഡോക്ടർ പുന്നൂർ ലൂക്കോസ് ആണ്. 1886 1976 കേട്ടോ. അതായത് ഇവർ ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആ ബിരുദം കരസ്ഥമാക്കിയ ഒരു വ്യക്തിയാണ് കേട്ടോ. അതായത് നമ്മുടെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ ഒന്നും എന്ത് ചെയ്തിരുന്നില്ല, സ്ത്രീകൾക്ക് MBBS നേടാനൊരു അവസരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് പുറത്ത് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആ ബിരുദം കരസ്ഥമാക്കിയ ഒരു വ്യക്തിയാണ്. അതുകൂടാതെ എന്താണ് കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത എന്ന നിലയിൽ പ്രശസ്തരായി അല്ലേ. അതായത് ഇവിടെ ഇന്ത്യൻ സർവകലാശാലയിൽ MBBS നൽകാത്തതിനാൽ സ്ത്രീകൾ ആരും എന്ത് ചെയ്തിരുന്നില്ല, MBBSന് പോയിരുന്നില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ബിരുദം നേടിയ ഇത്തരത്തിലുള്ള വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിതയായിരുന്നു ആര്? ഡോക്ടർ പുന്നൂർ ലൂക്കോസ് എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ എന്താണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയും കൂടി ആയിരുന്നു കേട്ടോ. പിന്നെ അടുത്തത് പഠിക്കുന്നത് EK ജാനകി അമ്മാളാണ്. 1897 1984. ഇവിടെ കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച പ്രസിദ്ധയായ സസ്യശാസ്ത്രജ്ഞനായിരുന്നു കേട്ടോ. ആരായിരുന്നു? സസ്യശാസ്ത്രജ്ഞയായിരുന്നു. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിന കരിമ്പ് വികസിച്ചു. ഇവരാണ് അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനം കരിമ്പ് വികസിപ്പിച്ചത്. അതുപോലെ തന്നെ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ കൂടിയായിരുന്നു. അതുകൂടാതെ തന്നെ 1977 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിക്കുകയും കൂടി ചെയ്ത വ്യക്തിയാണ് ആര്? EK ജാനകി അമ്മാൾ. ഇതെല്ലാം ഓർത്ത് വെക്കണം. ഓരോ വ്യക്തികളും അവരെന്തൊക്കെ സംഭാവനകളാണ് നൽകിയതെന്നും അവരുടെ കാലയളവിൽ അതെല്ലാം ഓർത്ത് വെക്കുക. ഡേറ്റ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. സ്ത്രീകൾക്ക് പുറമെ നമ്മുടെ സമൂഹത്തിൽ ഒരു വിവേചനം നേരിടുന്ന മറ്റൊരു സമൂഹമാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഒരു വ്യക്തി ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നർത്ഥമാക്കുന്നതാണ്. അതായത് ഇതിൽ ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടും. അതായത് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ആൺകുട്ടിയായിട്ട് ജനിച്ചിട്ട് എന്ത് ചെയ്യാണ്, അവർക്ക് ആൺകുട്ടിയായിട്ട് ജീവിക്കാൻ താല്പര്യമില്ല, അവർക്കൊരു സ്ത്രീയായിട്ടാണ് ജീവിക്കാൻ താല്പര്യം, അവർക്ക് അങ്ങനെയാണ് ആഗ്രഹം എന്ന് വെച്ചിട്ട് അവർക്ക് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, സർജറിയൊക്കെ അവൈലബിൾ ആണല്ലേ, അവർ സർജറി ചെയ്തിട്ടൊക്കെ എന്താണ് അവർ പൂർണ്ണമായും സ്ത്രീയിലേക്ക് മാറും, മറ്റൊരിതിലേക്ക് മാറില്ല. അതുപോലെ തന്നെയാണ് തിരിച്ചും. അങ്ങനെയുള്ളവരെയാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. അവരും എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ട്രാൻസ്ജെൻഡർ ആണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക ആൾക്കാരും എന്ത് ചെയ്യും, അവരെ മാറ്റി നിർത്തൂല്ലേ, അവർക്ക് താല്പര്യമില്ല, അവർ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മുടെ സമൂഹത്തിൽ നിന്നും അവരെ മാറ്റി നിർത്തപ്പെടും. അങ്ങനെ ഒരു വിവേചനം നേരിടുന്ന ആൾക്കാരാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത ഒരു വിഭാഗമാണ് മൈനോറിറ്റിയിലെ ന്യൂനപക്ഷം എന്ന് പറയുന്നത്. അതായത് മൊത്തം ജനസംഖ്യ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമാണ് മൈനോറിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ മൊത്തം ജനസംഖ്യയിൽ, ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും മൊത്തം ജനസംഖ്യയിൽ ചില വിഭാഗങ്ങൾ എന്തായിരിക്കും, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അല്ലേ. അത്തരത്തിലുള്ളവരെയാണ് മൈനോറിറ്റി അല്ലെങ്കിൽ ന്യൂനപക്ഷം എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ പറയുന്നതാണ്
ഈ ഭിന്നശേഷിക്കാരുണ്ടാവുമല്ലോ അല്ലേ, ഇത്തരത്തിൽ വിവേചനം നേരിടുന്ന മറ്റൊരു വിഭാഗക്കാരാണ് ആര്, ഭിന്നശേഷിക്കാരെന്ന് പറയുന്നത് അല്ലേ. ശാരീരിക സവിശേഷതകൾ മൂലം സമൂഹത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് നിത്യജീവിതത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നവരാണ് ആര്, ഭിന്നശേഷിക്കാർ അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുന്നത്. അതായത് എന്താണ്, അവർക്ക് പലതരത്തിലുള്ള വൈയായികയായിരിക്കും അല്ലേ, മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക. അതായത് ശാരീരികമായില്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഭിന്നശേഷി ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവരെ കണ്ടിട്ടുണ്ടാവില്ലേ. അത്തരത്തിലുള്ളവരെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നത്തെ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. പലതരത്തിലുള്ള ഭിന്നശേഷികളുണ്ട് അല്ലേ, അതിൽ പല വിഭാഗങ്ങളും ഉണ്ട്. അതായത് അതുപോലെ എന്താണ്, ഓരോ വിഭാഗത്തിലുള്ള ഭിന്നശേഷിക്കാർക്കും നേരിടുന്ന അതിരുവൽക്കരണം എന്ന് പറയുന്നത് പല വിഭാഗങ്ങളിലായിരിക്കും, പല തരത്തിലാണ് കേട്ടോ. അതായത് ഈ ഭിന്നശേഷിക്കാർക്കായിട്ട് എന്തുണ്ട്, ഒരു നിയമം ഉണ്ടല്ലേ, ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം എന്നാണ് 2016 ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യതയിലൂന്നിയതുമായ സാമൂഹിക ജീവിതം ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന നിയമമാണ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016 എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ സാധാ മനുഷ്യരെ പോലെ തന്നെ, സാധാ ആൾക്കാരെ പോലെ തന്നെ ജീവിക്കാനുള്ള ഒരു അവകാശം എന്തുണ്ട്, ഈ ഭിന്നശേഷിയുള്ളവർക്കുണ്ട് അല്ലേ. അവർക്ക് അവർ ഭിന്നശേഷിക്കാരാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സമൂഹത്തിൽ അവർക്ക് മാറ്റി നിർത്തപ്പെടാതെ അവർക്കും തുല്യതായിട്ടുള്ള ഒരു ജീവിതം അല്ലേ, ഒരു തുല്യമായിട്ടുള്ള ഒരു നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന നിയമമാണത്. അതുകൂടാതെ തന്നെ പാരാലിമ്പിക്സിലെ, അതായത് ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം അത്ലറ്റിക്സൊക്കെ നടത്തപ്പെടുന്നുണ്ട് അല്ലേ ഇന്ന്. അത്തരത്തിലുള്ള ഒരു അന്താരാഷ്ട്ര കായിക മത്സരമായ പാരാലിമ്പിക്സ് 1948 ആരംഭിച്ചത്. ഇതാർക്കാണ്, ഭിന്നശേഷി ഉള്ളവർക്കാണ് കേട്ടോ. ഇനി അടുത്തത് എന്താണ്, നമുക്ക് ഇത്തരത്തിലുള്ള വിവേചനം തടയാൻ വേണ്ടിയിട്ട് ഭരണഘടനയിലുള്ളത് എന്താണെന്ന് നോക്കുക അല്ലേ. അതാണ് ഡോക്ടർ BR അംബേദ്കറെ കുറിച്ചാണ് പറയുന്നത്. 1891 1956. അതായത് ഇന്ത്യൻ ഭരണഘടനാ ശില്പിയിലെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ് ആര്, ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത്. അത് നമ്മൾ മുന്നേ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. ഇനി അതായത് ദളിതരുടെ സാമൂഹ്യ രാഷ്ട്രീയ ഉന്നമനത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ആര്, ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത്. അതുകൂടാതെ ഇന്ത്യയിലെ അതിരുവൽകൃത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ തൻ്റേതായ രചനയിലൂടെ അവതരിപ്പിക്കുകയും അവർക്ക് നിയമപരമായ സംരക്ഷണം സാധ്യമാകുന്നതിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്തു. അതായത് എന്താണ്, നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള എല്ലാ അതിരുവൽക്കരണവും അല്ലെ, ഇന്ന വിഭാഗം എന്നൊന്നുമില്ല, എല്ലാവർക്കും അല്ലെ, ഏതൊക്കെ വ്യക്തികൾക്കാണോ ഇത്തരത്തിലുള്ള അതിരുവൽക്കരണം സംഭവിക്കുന്നത് ആ വ്യക്തികൾക്കെല്ലാം നിയമപരമായി എന്തൊക്കെ സംരക്ഷണം നൽകാൻ പറ്റുമോ അതിനു വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തിയാണ് ആര്, ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്ന വ്യക്തി. അതുകൂടാതെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് വരുത്തുന്ന ചില നിയമങ്ങളുണ്ട് അല്ലേ. അത് എന്തൊക്കെയാണ്, ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പ് വരുത്തുന്നു. ഏതിലാണ് ഉറപ്പ് വരുത്തുന്നത്, അനുച്ഛേദം 14 ആർട്ടിക്കിൾ 14 അല്ലേ. എന്താണ്, ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യമായ അവകാശം ഉറപ്പുവരുത്തുന്നു. അതുകൂടാതെ തന്നെ എന്തുണ്ട്, മതം, വംശം, ജാതി, ലിംഗഭേദം, ജനനസ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്നും എന്ത് പറയുന്നുണ്ട്, നമ്മുടെ ഭരണഘടന പറയുന്നുണ്ട്. അത് ഏതിലാണ്, ആർട്ടിക്കിൾ 15 ആണ് കേട്ടോ, അനുച്ഛേദം 15. ഏതൊക്കെയാണ്, മതം, വംശം, ജാതി, ലിംഗഭേദം, ജനനസ്ഥലം. ഇത്തരത്തിൽ ആണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. അതായത് ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ വിഭാഗക്കാരാണ് അതിരുവൽക്കരിക്കപ്പെടുന്നത്, അതുകൂടാതെ തന്നെ ഇത്തരം അതിരുവൽക്കരിക്കപ്പെടുന്നവർക്ക് വേണ്ടി നിലകൊണ്ട പ്രധാന വ്യക്തികൾ, അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ.
ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 4 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചിരിക്കുകയാണ്. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ 2 കൊല്ലത്തെ ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് അതിലും കൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാകും ഏതൊക്കെ ആണ് നമുക്ക് റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്നതെന്നും അത് കൂടുതലായിട്ട് നമുക്ക് പഠിച്ചും വയ്ക്കാം അല്ലേ. അപ്പം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.